കാക്കശ്ശേരിസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 സെപ്റ്റംബറിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികൾ കാനഡയിലേക്ക് പോകുന്നു. ഒരു പെർട്ടിക്കുലർ ഏജൻസിന്ന് 7,000 അത് 8,000 ആയിരുന്നു. അത്രയും കുട്ടികൾ കാനഡയിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെലിബ്രേഷനും വൈറലായ കുറേ റീൽസും വൈറലായ കുറേ ന്യൂസുകളും ഉണ്ടായിരുന്നു. അതിൻ്റെയും വേറെ കുറേ കാരണങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് IRCCയുടെ അടുത്തുനിന്നുള്ള നോൺ സ്റ്റോപ്പ് അപ്ഡേറ്റ്സ് വഴി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരി തുടങ്ങിയത് മുതൽ ഒത്തിരി അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സെപ്റ്റംബർ 18, 2024 വന്നൊരു അപ്ഡേറ്റ് അതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യണമെന്ന് തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 18, 2024 IRCC അനൗൺസ് ചെയ്ത PGWP റിക്വയർമെൻറ്റ്സ് ചേഞ്ചസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു കോണ്ടന്റ്. അപ്പോൾ കാര്യത്തിൽ കിടക്കുന്നതിന് കുറച്ച് സ്റ്റാറ്റ്സ്. അപ്പോൾ കാനഡ പറയുന്നുണ്ട്, ഇപ്പോൾ കറൻ്റ്ലി അതായത് 2024 കണക്കുകൾ അനുസരിച്ച് 6.5% ആൾക്കാർ ടെമ്പററി റെസിഡൻ്റ് ആണെന്ന്. അതായത് ഓവറോൾ പോപ്പുലേഷനിൽ 6.5% ടെമ്പററി റെസിഡൻ്റ് ആണ്. അത് കാനഡയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2026 ആകുമ്പോഴേക്കും അതൊരു 5% ആയിട്ട് കുറയ്ക്കാനാണ് കാനഡയുടെ പ്ലാൻ. 6.5 ടെമ്പററി റെസിഡൻസിൽ വന്നില്ല, അതിൽ മെജോറിറ്റി സ്റ്റുഡൻസ് തന്നെയായിരിക്കും. പിന്നെ വളരെ ചുരുക്കം പേരുകൾ, വളരെ ചുരുക്കം എന്ന് പറയുന്നില്ല, പിന്നെയുള്ളതെല്ലാം ടെമ്പററി വർക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് PGWPയിലേക്ക് മാറിയ ആൾക്കാർ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ 2026 5% ആക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ കുറേ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കുറയ്ക്കാനാണ് IRCC ശ്രമിക്കുന്നത്. ഓൾസോ സെപ്റ്റംബർ 18 വന്ന അപ്ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കുറയ്ക്കുന്നതിനേക്കാളും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് PGWPയിലേക്ക് മാറുന്നത് കുറയ്ക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതായത് ആ PGWPയുടെ പ്രോസസ്സിലേക്ക് കുറച്ച് എക്സ്ട്രാ റിക്വയർമെൻറ്റ്സും കൂടെ IRCC ആഡ് ചെയ്തു. നവംബർ 1, 2024 മുതൽ കുറച്ച് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. അതിലുള്ള ഫസ്റ്റ് ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടി സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് ഇതിന് മുന്നേ ഒരു സ്റ്റുഡൻറ്റ് വന്ന് പഠിച്ചു കഴിഞ്ഞ് PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സിൽ PGWP കയ്യിൽ കിട്ടുമായിരുന്നു. ഇനി മുതൽ, അതായത് നവംബർ 1 മുതൽ 2024 നവംബർ 1 മുതൽ PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് വേണം. അത് IELTS തന്നെയാണെന്നില്ല, മറ്റേ IRCC അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റ് ലൈക്ക് CELP, PTE അങ്ങനെ എന്തുമാകാം. പക്ഷേ ഇതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിന് CLB 7 വേണം. അതായത് എല്ലാ മോഡ്യൂൾസിലും 6 വെച്ച് വേണം. പക്ഷേ അതായത് ഒരു പബ്ലിക് കോളേജിലുള്ള ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ CLB 5 മതി. CLB 5 എന്നുണ്ടെങ്കിൽ റീഡിങ്ങിലും 4ഉം ബാക്കി എല്ലാത്തിലും 5ഉം ആണ്. അപ്പോൾ IELTS ഇതിന് മുന്നേ ചെയ്തവർക്ക് അറിയാമായിരിക്കും, CLB 5 എന്ന് പറഞ്ഞത് ഒരു ഡിഫിക്കൽട്ട് സ്കോറല്ല അച്ചീവ് ചെയ്യാൻ. അതായത് റീഡിങ്ങിൽ 4ഉം ബാക്കി എല്ലാത്തിലും 5 ഉണ്ടെങ്കിൽ CLB 5 കിട്ടും. അപ്പോൾ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ IELTSന് എല്ലാ മോഡ്യൂളും അറ്റ്ലീസ്റ്റ് 6 എങ്കിലും വേണമായിരുന്നു. പക്ഷേ സ്റ്റഡി കഴിഞ്ഞിട്ട് PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ CLB 5 മതി. അതായത് 4ഉം ബാക്കി എല്ലാത്തിലും 5ഉം മതി. ഞാൻ IELTSൻ്റെ മാത്രം എക്സാമ്പിളാണ് പറയുന്നത്. PT ആണെങ്കിൽ ഈ ഒരു സ്കോർ ഫാക്ടേഴ്സ് വേറെ ആയിരിക്കും, പക്ഷേ CLB ലെവൽ ഇസ് ദ സെയിം. CLBയും അതിൻ്റെ കൺവേർഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ ഇട്ടിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, ഡിസംബറിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഒരു നവംബർ ഉണ്ടാകുമ്പോഴേക്കും IELTS ടെസ്റ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റും എന്തായാലും റെഡിയാക്കി വെച്ചോളൂ. കാരണം എന്നാലേ PGWPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് മാത്രമല്ല അപ്ഡേറ്റ്സ്, ഇനി വരുന്ന അപ്ഡേറ്റ്സാണ് ഒന്നും കൂടി ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒന്നും കൂടി സ്ട്രെസ് വരുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വായിക്കാം. Graduates from programs at public colleges will remain eligible for a postgraduate work permit of up to 3 years if they graduate from a field of study linked to occupations in long-term shortage. അപ്പോൾ ഇപ്പോൾ ഡിസംബറിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ലോങ് ടേം ഷോർട്ടേജ് ഉള്ള ഒക്യുപ്പേഷൻസുമായിട്ട് ലിങ്ക്ഡ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് PGWPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ റിജക്റ്റ് ചെയ്യുമോ എന്നാണോ? അത് അങ്ങനെയാണ് എന്നാണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇത് വായിക്കുമ്പോൾ. ബട്ട് അഗെയിൻ, വാട്ട് ആർ ദ ഒക്യുപ്പേഷൻ വിത്ത് ലോങ് ടേം ഷോർട്ടേജസ് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി അത് ഇൻ ഡിമാൻഡ് ഒക്യുപ്പേഷനാണോ, അതായത് ടിയർ കാറ്റഗറിയും നോക്കോഡും വെച്ചിട്ടുള്ളതാണോ, അങ്ങനത്തെ ഒന്നും ക്ലിയർ അല്ല. മേ ബി ഇനി കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റ്സ് വരുമായിരിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വരുന്നവരേക്കും കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ജോലി കിട്ടാൻ പാടാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിക്കാൻ വന്നവർക്ക് അറിയാം ജോലി കിട്ടാൻ പാടാണ്. ഇപ്പോഴും സെക്കൻഡ് ഇയർ ആയിട്ടും ജോലി കിട്ടാത്ത ഒത്തിരി പേരുണ്ട്.
ആൻഡ് എക്സ്പെൻസ് കൂടുതലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി PGW കിട്ടുകയില്ലോ എന്നുള്ളൊരു സ്ട്രെസ്സും കൂടിയുണ്ട്. ഇതിന് ഇത്രയും കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സ് പ്രോഗ്രാം പഠിച്ചാൽ ഒരു 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുമെന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ വന്ന സെപ്റ്റംബർ 18 വന്ന അനൗൺസ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ PGWP ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ള പോലെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വർഷം ജനുവരിയിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ്, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഒരു സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ അതിലും ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അറ്റ്ലീസ്റ്റ് ഒരു 16 മന്ത്സിൻ്റെങ്കിലും പ്രോഗ്രാം ഡ്യൂറേഷൻ ഉണ്ടെങ്കിലേ സ്പൗസിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതായത് മാസ്റ്റേഴ്സ് അല്ല, പ്രൊഫഷണൽ പ്രോഗ്രാം അല്ല, സാധാരണ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്പൗസസിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെനിക്കുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ സ്പൗസിന് ഓൾറെഡി സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ട്. സോ ഈ സ്റ്റുഡൻറ്റ് PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ SOWP നമ്മൾ എക്സ്റ്റെൻഡേ ചെയ്യുന്നുള്ളൂ. നമ്മൾ പുതിയൊരു SOWPക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല, എക്സ്റ്റൻഷനാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ആ വർക്ക് പെർമിറ്റ് ഉണ്ട്, അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ സിറ്റുവേഷനേ വരുന്നുള്ളൂ. വേറൊരു അനൗൺസ്മെൻറ്റ് ഇന്നലെ വന്നതിൽ ഞാൻ വായിക്കാം. ലിമിറ്റിംഗ് വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി ലേറ്റർ ദിസ് ഇയർ to spouses of foreign workers in management or professional occupations or in sectors with labor shortages under Canada's work permit program TFWP and IMP. ഇപ്പോൾ TFWP എന്ന് പറഞ്ഞെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം, ഈ LMA എല്ലാം ആ കാറ്റഗറിയിലാണ് വരുന്നത്. IMP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം. അപ്പോൾ ഇനി വരുന്ന, അതായത് എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല, മേ ബി അത് നവംബർ 1 ആയിരിക്കാം, എക്സാക്ട് ഡേറ്റ് ആ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ് വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി ലേറ്റർ ദിസ് ഇയർ, എക്സാക്ട് ഡേറ്റ് ഇല്ല, ടു സ്പൗസസ് ഓഫ് ഫോറിൻ വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓർ പ്രൊഫഷണൽ ഓക്യുപ്പേഷൻസ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞു, ദെൻ വർക്ക് പെർമിറ്റിലാകുമ്പോൾ അതൊരു ഫോറിൻ വർക്കറായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്, അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കൺഫ്യൂഷൻ ആകും മൊത്തം. മേ ബി ഇങ്ങനെയായിരിക്കാം, LMA അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വർക്ക് പെർമിറ്റിൽ വന്ന ഒരാൾക്ക് ഈ ഒരു സ്പൗസിന് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഓൾസോ LMA മാത്രമല്ല, സ്റ്റുഡൻസ് ഫോറിൻ വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓർ പ്രൊഫഷണൽ ഒക്യുപ്പേഷൻസ് ആൻഡ് അല്ലെങ്കിൽ LMA കാറ്റഗറി ഉള്ളവർക്ക് ഫോറിൻ സ്പൗസിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റ് പറ്റും. അഗെയിൻ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഇനിയും ക്ലിയർ അല്ല. കാരണം അത് മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അല്ലാത്ത റെഗുലർ സ്ട്രീം പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് പഠിച്ച സ്റ്റുഡൻസിന് പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഒരു അനൗൺസ്മെൻറ്റിൽ ഇവർ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ updating postgraduate work permit program this fall to better align with immigration goals and labour marketing needs. ഈ this fall എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സെപ്റ്റംബർ 20 മുതൽ fall തുടങ്ങുകയായി. അപ്പോൾ ഒരു നവംബറിനുള്ളിൽ ഈ കാര്യങ്ങൾ നടത്തും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഡെഫിനറ്റ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റിനാണ് നവംബർ 1 എന്നുള്ളത്. അതുപോലെ മാസ്റ്റർ സ്റ്റുഡൻസിന് 16 മന്ത്സെങ്കിലും മിനിമം ഡ്യൂറേഷൻ ഉള്ളത്, അതിന് ഡേറ്റ് പറഞ്ഞിട്ടില്ല, ലേറ്റർ ദിസ് ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിൻ്റെ എലിജിബിലിറ്റി LMA അങ്ങനത്തെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷനിലുള്ളവർക്ക് മാത്രം പറ്റുള്ളൂ എന്നുള്ളതും ലേറ്റർ ദിസ് ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ഡെഫിനറ്റ് ഡേറ്റ് വന്നിട്ടില്ല. സോ അൺആൻസർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു PGWP അപ്ലൈ ചെയ്യുന്നത് സ്റ്റഡി ലോങ് ടേം ഷോർട്ടേജിൻ്റെ അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. പിന്നെ ക്ലാരിറ്റി ഇല്ലാത്തത് ഈ സ്റ്റുഡൻസിന് PGWP അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസ് ഇവിടെ ഇല്ലെങ്കിൽ സ്പൗസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ആൻഡ് അഗെയിൻ മേ ബി സ്പൗസ് ഓൾറെഡി ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു എക്സ്റ്റൻഷനായിട്ട് കൺസിഡർ ചെയ്യുമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി സ്പൗസിൻ്റെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അപ്ലൈ ചെയ്തിടാനായിരിക്കും. കാരണം അറിയില്ല അതെങ്ങനെയത് വർക്കൗട്ട് ആവുക എന്നുള്ള കാര്യം അറിയില്ല. ഹോപ്പ്ഫുള്ളി ഇനി വരുന്ന ആഴ്ചകൾ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് CLB-5 ഫോർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടിക്ക് CLB-5 മിനിമം റിക്വയർമെൻറ്റ് വെച്ചത് മാത്രം ഒരു ഓക്വേർഡായിട്ട് തോന്നിയുള്ളൂ. കാരണം ഡെഫിനറ്റ്ലി പഠിക്കാൻ വരുമ്പോൾ CLB-6 എടുത്തു. മേ ബി നാട്ടിൽ നമ്മുടെ തന്നെ നാട്ടിൽ കുറേ സ്കാംസ് ഉണ്ട്, ഇതുപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് ചെയ്യുന്നത്, മിനിമം റിക്വയർമെൻറ്റ് വെക്കുന്നത്. പക്ഷേ ഓൾറെഡി അത് മേ ബി ഒരു എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നത് ഒരു 20% ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം. ഭയങ്കര ബ്രൈറ്റായിട്ട് ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാമാണ് ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ,
ഇപ്പോൾ ഡിസംബറിലെല്ലാം പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഇപ്പം തന്നെ സ്റ്റാർട്ട് വർക്കിംഗ്. ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ, നെറ്റ്വർക്ക് ചെയ്ത് ഒരു ജോലിയുടെ ഓപ്ഷൻ എന്തെങ്കിലും റിലേറ്റഡ് ടു യുവർ ഫീൽഡ് കണ്ടുപിടിക്കുക. പറയാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷേ ആ ഒരു ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോഴേ സ്റ്റാർട്ട് നെറ്റ്വർക്കിംഗ് നൗ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ അപ്ഡേറ്റ്സും ഫോളോ ചെയ്യുക, ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് മാത്രം ഇൻഫർമേഷൻ എടുക്കുക. ഈ വീഡിയോൻ്റെ താഴെ ഞാൻ 2 ലിങ്ക് ഇടുന്നുണ്ട്. ജനുവരിയിൽ IRCCയുടെ അപ്ഡേറ്റ്, അതായത് GICയുടെ ചേഞ്ചസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും ടെമ്പററി വർക്കേഴ്സിനെ കുറിച്ചുള്ള എന്താ പ്ലാൻ എന്നുള്ള ഒരു അപ്ഡേറ്റിൻ്റെ ലിങ്കും, പിന്നെ സെപ്റ്റംബർ 18 വന്ന അനൗൺസ്മെൻറ്റിനെ കുറിച്ചുള്ള ലിങ്കും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്നെ എങ്ങനെ കൺസേൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. ഞാൻ PGWPയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ട് നന്നായി കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യം വരുമ്പോൾ, ആൻഡ് അവരുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നന്നായിട്ട് അറിയുന്ന ഒരാളായത് കാരണം എനിക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ. ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ളോഗ്. ഹോപ്പ്ഫുള്ളി എല്ലാ അപ്ഡേറ്റ്സും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം. എസ്പെഷ്യലി മോർ ക്ലാരിറ്റി ഓൺ ആ ലോങ് ടേം ഷോർട്ടേജ് ആ സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു ബെറ്റർ ക്ലാരിറ്റി ഈ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ബിഫോർ ദിസ് ഫോൾ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിന് മുന്നേ തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ബൈ ബൈ.